ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നിതാ ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പഴുത്തോടയറ് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നല്ലപോലെ പഴുത്തിട്ടുള്ളൊരു പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് പകുതിയാക്കിയ പിന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആണോ പഴം വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിയിലെടുക്കാം. ഞാനിപ്പം ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്സിൽ ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലില്ലേ, നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അല്ലാണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പം 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കാണുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡോട് കൂടിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ച് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. സൈഡ്സോട് കൂടി എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോൾ ഇതാ ബ്രെഡും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ നെയ്യൊക്കെ മതിയാവും. അപ്പം ഇനി അതിലേക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് സ്ലൈസസ് ഇല്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇല്ലാണ്ടും ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നെയ്യും കൂടി ആക്കിയിട്ട് ചെയ്യുന്ന ടൈമിലേ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ, ആ ഫ്ലേവറൊക്കെ വന്നിട്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുക്കേണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സ്നാക്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ, ഒരുപാട് പാത്രങ്ങളോ ഒന്നും വേണ്ട. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ദാ ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി 2 പീസും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൂടി ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴയില്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പഴം കുക്കായിട്ട് വരണം. അപ്പോൾ 2 സൈഡും നല്ല പോലെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഈ ഒരു കളറാവുന്ന ടൈമിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി കുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു സൈഡാവുന്ന ടൈമിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്കാക്കി എടുക്കുക. 2 സൈഡും നല്ല പോലെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് കോരി മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പഴം ഫുള്ളായിട്ട് കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതില്ലേ കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ഒന്ന് ചിരവിയിട്ട് അതെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേയൊന്നും വേണ്ട കേട്ടോ, അത്രയും മതിയാവും. അതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ആ ഒരു തേങ്ങ നെയ്യിൽ കിടന്നിട്ട് ഒരു നല്ല സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നില്ല. കുറച്ച് മധുരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടില്ലേ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ആ ഒരു തേങ്ങ ഫുള്ളായിട്ട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലേ. ഇനിയിപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിലില്ലേ കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിതിന് പകരം കാഷ്യോ റേസിൻസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവിടെ ആർക്കും അങ്ങനെ റേസിൻസ് കടിക്കുന്നത് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ സ്നാക്സിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ അവരതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇന്നത് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫായി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദാ നമ്മളെ ബ്രെഡ് പീസസ് ഇല്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ആ ഒരു പഴമില്ലേ വഴറ്റിയെടുത്തിട്ടില്ലേ, അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ മുകളിൽ 2 പീസ് പഴമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സ് വെച്ചിട്ടില്ലേ, ഇതുപോലുള്ള 4 സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാനിപ്പം 6 പീസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ദാ അത് വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പഴം കൂടി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ആ ഒരു തേങ്ങയുടെ മിക്സില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അതിന്.
അപ്പോൾ ഇതാ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. നല്ല പോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ മറ്റേ ബ്രെഡ് പീസ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ആയി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സേവ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇതുപോലെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം, പക്ഷേ ഞാൻ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ ബനാന ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. മക്കളൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർത്തോളും, അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.